അല്ല, റിസൾട്ട് വരേണ്ട നമുക്കൊക്കെ വളരെ ക്ലിയർ ആണ് റിസൾട്ട്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അതിന് രക്ഷയില്ല. 90 തൊട്ട് 110 സീറ്റ് വരെ ജയിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലുണ്ട്. 15 തൊട്ട് 20% വരെ CPM അനുഭാവികളും സഖാക്കളും പിണറായിസത്തിനെതിരെ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വോട്ടുകൾ ചെയ്യും. അതൊരു വസ്തുതയാണ്. കഴിഞ്ഞ ത്രിതല തെരഞ്ഞെടുപ്പിൽ പിണറായിസം ആകെ ആക്ട് ചെയ്തത് ഒരു 15 തൊട്ട് 20%. ആ 20% ആക്ട് ചെയ്തപ്പോൾ തന്നെ ഉണ്ടായ റിസൾട്ട് നിങ്ങൾക്കറിയാം. ത്രിതല തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായും പിണറായിസം ആക്ട് ചെയ്യാത്തതിന്റെ കാരണം അത് തീർത്തും പ്രാദേശികമാണ്, വ്യക്തിപരമാണ് തെരഞ്ഞെടുപ്പിലെ പല സ്ഥലങ്ങളിലും. പക്ഷെ പിണറായിസം അത് ജനങ്ങൾ ഒറ്റയടിക്ക് എതിർക്കാൻ പോകുന്ന, അവർ ഉപയോഗിക്കാൻ പോകുന്ന അവരുടെ പവർ, അവരുടെ ശക്തി ഈ തെരഞ്ഞെടുപ്പ് 100% ആന്റി പിണറായിസം വർക്കൌട്ടാകും. ഈ പറയുന്ന 90 തൊട്ട് 110 സീറ്റ് വരെ UDF നേടുന്ന സാഹചര്യം ഉണ്ടാകും എന്നാണ് നമ്മളൊക്കെ വ്യക്തിപരമായി വിശ്വസിക്കുന്നത്. ജനങ്ങളുമായിട്ട് മിങ്കിൾ ചെയ്യുമ്പോൾ ഇവിടെ ശബരിമല വിഷയം നിങ്ങളൊന്നും വിചാരിക്കുന്ന പോലെ BJPക്ക് സംസ്ഥാനത്ത് വോട്ട് കുറയാൻ പോവുകയാണ്. തിരുവനന്തപുരം ജില്ല മാറ്റിവെക്കുകയാണ്. അവിടെ ഒരു പ്രത്യേക രാഷ്ട്രീയമാണ്. ആ ജില്ലയെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഞാൻ പറയുന്നത്. മറ്റ് 13 ജില്ലകളിലും BJPയുടെ വോട്ടിംഗ് പെർസെന്റേജ് വളരെ താഴും. ഇപ്പോ പിണറായിയും ഈ പറയുന്ന കേന്ദ്ര BJP ലീഡർഷിപ്പുമായിട്ടുണ്ടാക്കിയ ഒരു ധാരണയും ഫലിക്കാൻ പോകുന്നില്ല. കാരണം ശബരിമല അയ്യപ്പന്റെ സ്വർണം കട്ട കേസിൽ അതിലെ യഥാർത്ഥ പ്രതികളെ പിടിക്കുന്നതിനോ ആ സ്വർണം കണ്ടെത്തുന്നതിനോ വേണ്ടിയിട്ടുള്ള പിണറായി വിജയന്റെ ആത്മാർത്ഥമായ പരിശ്രമമില്ലായ്മയെ BJP ലീഡർഷിപ്പ് പിന്തുണച്ചു എന്ന് കേരളത്തിലെ ഹൈന്ദവ വിശ്വാസികൾ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു തരത്തിൽ പിണറായിയെ താഴെ ഇറക്കുക എന്ന ഉദ്യമത്തിൽ കേരളത്തിലെ വലിയ ഒരു ശതമാനം നല്ലവരായ ഹൈന്ദവ വിശ്വാസികൾ, എക്കാലത്തും അപ്പുറത്തേക്ക് വോട്ട് ചെയ്തവർ തിരിച്ചു വോട്ട് ചെയ്യും. സഖാക്കളും ഈ ഹൈന്ദവ വിശ്വാസികളും ഒരേപോലെ ചിന്തിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും. അത് നമുക്ക് 4-ാം തീയതി വരെ അതിനെ കാത്തിരിക്കുക. അതിനു മുമ്പ് ഈ പറയുന്നത് പോലെ വല്ല അട്ടിമറിയും ഹാക്കിങ്ങും നടത്തിയിട്ട് എന്തൊക്കെയാണ് ഇവർ ചെയ്തു കൂട്ടുക എന്ന് നമുക്കറിയില്ല. ജനവിധി അതാണ്, ജനങ്ങളുടെ ഇടയിൽ ജീവിക്കുന്നത്. അട്ടിമറി നടന്നില്ലെങ്കിൽ തെളിവല്ലേ ഇപ്പോൾ കോഴിക്കോട് നിന്ന് റിപ്പോർട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ സംഭവമല്ലല്ലോ. ആദ്യം മലപ്പുറം ജില്ലയിലെ സ്ട്രോങ് റൂം 4 ദിവസം മുമ്പ് തുറന്ന പ്രശ്നം നിങ്ങൾക്കറിയാം. പൂട്ടിവെച്ച് സീൽ ചെയ്ത ആ പ്രദേശത്തേക്ക് പ്രവേശനമില്ല. എന്തിനാ അവിടെ പോയിട്ട് ഡയറി എടുക്കാനും മറ്റേനും പോകുന്നു? അപ്പൊ എവിടെയാണ് ഇതിന്റെ ദുരൂഹമായിട്ടുള്ള എന്തോ ഒരു ദുരൂഹത നടക്കുന്നുണ്ടല്ലോ. നമ്മളെന്തിനാ അട്ടിമറിയ ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ടിനെ ഭയപ്പെടുന്നു? അങ്ങനത്തെ ഒരു ഭയവും ഇവിടെ ഇല്ല. കാരണം നമ്മൾ ജനങ്ങളുടെ ഇടയിലാണ് ജീവിക്കുന്നത്. അതിന്റെ റിസൾട്ട് ഉണ്ടാവും. തീർച്ചയായിട്ടും വിശ്വാസികൾ UDFന് അനുകൂലമായി വോട്ട് ചെയ്യും. ഒരു ഡീലുമല്ല, ജനങ്ങളുടെ ഹൃദയത്തിന്റെ ഡീലാണ്. ഡീല് നടത്തിയ പരാജയപ്പെടുന്ന ഞാൻ പറഞ്ഞത്. അതായത് ദേശീയ നേതൃത്വവും പിണറായിയും തമ്മിൽ കേരളത്തിലുണ്ടാക്കിയ കൊടുക്കൽ വാങ്ങൽ വോട്ടിന്റെ ആ ഡീല് പൊളിയും. യഥാർത്ഥ വിശ്വാസികൾ ഈ കള്ളക്കടത്ത് നടത്തിയവർക്കെതിരെ, അതിന് കൂട്ടുനിന്നവർക്കെതിരെ വോട്ട് ചെയ്യുമെന്ന് തന്നെയാണ് പറയുന്നത്. അത് രാഷ്ട്രീയമല്ല, അവരുടെ വൈകാരികമായ പ്രകടനം ഈ തെരഞ്ഞെടുപ്പിൽ കാണും. അതുകൊണ്ടാണ് തിരുവനന്തപുരം ജില്ലയെ മാറ്റിവെച്ചത്. തിരുവനന്തപുരം ജില്ലയിലെ പ്രത്യേക രാഷ്ട്രീയമാണ്. BJPക്ക് ഒരു അഡ്ജ് ഉണ്ടാക്കാനുള്ള ശ്രമമാണ്. അവിടെ വല്ല പൊളിറ്റിക്സും കൃത്യമായ പൊളിറ്റിക്കൽ വോട്ട് ചിലപ്പോൾ നടന്നേക്കാം. എവിടെ കുറയാൻ ഒരു സാധ്യതയില്ല. UDF വോട്ട് കേരളത്തിൽ ഒരു സ്ഥലത്തും കുറയില്ല, വർദ്ധിക്കല്ലാതെ. കുറയുന്നത് ആളുകളെ നമുക്ക് കാണും. തീർച്ചയായിട്ടും അതൊരു തർക്കമില്ല. അത് പറയാൻ ഒരു മടിയില്ല. എന്താണ് BJP വോട്ട്, അവരുടെ അനുഭാവ വോട്ട്, BJP പ്രവർത്തകരുടെ വോട്ട്, ഈ പറയുന്ന ഈ അമ്പല കള്ളന്മാർക്കെതിരെ പിന്നെ ആർക്കവർ വോട്ട് ചെയ്യുക? ആർക്ക് വോട്ട് ചെയ്യും? പിണറായിനെ തോൽപ്പിക്കേണ്ടത്. BJPക്ക് വോട്ട് ചെയ്തിട്ടൊരു കാര്യമില്ല. പിണറായിസത്തെ തോൽപ്പിക്കണമെങ്കിൽ, ഈ കള്ളവന്മാരെ പിടികൂടണമെങ്കിൽ ഇവിടെ ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരണമെന്ന് വിശ്വാസികൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും തെറ്റ്. അതിനൊരു മാനദണ്ഡമില്ല. ഞാൻ പറയുന്നത് കേരളത്തിലെ മാസ് സൈക്കോളജിയെ കുറിച്ചാണ്. നിങ്ങളാരും കാണാത്ത കുറേ കാര്യങ്ങളുണ്ട്.
നമ്മൾ പത്രമാധ്യമ പ്രവർത്തകരോ അല്ലെങ്കിൽ സർവേ ആളുകളോ പോയിട്ട് ഒരു സാധാരണക്കാരനോടൊരു വോട്ട് എന്താണ് നിങ്ങളുടെ മാനസികാവസ്ഥ, നിങ്ങൾ ആരെ പിന്തുണക്കുന്നു എന്ന് ചോദിച്ചാൽ അവർക്ക് കൃത്യമായി ആൻസർ പറയാൻ പറ്റുന്ന ഒരു 5% 10% ആളുകൾക്കാണ്. 90% ആളുകൾക്കും അവരുടെ മനസ്സിലുള്ള യഥാർത്ഥ ഫീലിംഗ് കൺവേ ചെയ്യാൻ കഴിയില്ല. അവർക്ക് ഒരുപാട് ബാരിക്കേഡുകളുണ്ട്, ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ ഈ ആളുകൾ പറയുന്ന, നമ്മൾ ഈ മൈക്ക് കൊടുത്ത് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കപ്പുറം ഇതിന്റെ ഒരു അടിയൊഴുക്കുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വോട്ട് ചോരുന്നത് ആർക്കെങ്കിലും മനസ്സറിയാൻ സാധിക്കുമോ? ആരെങ്കിലും അത് പ്രകടിപ്പിക്കുമോ? അത് എണ്ണുന്ന സമയത്തെ അറിയുള്ളൂ മാഡം. അല്ല, നിഷ്പക്ഷപാതികൾ എന്തായാലും മാറും, അത് നോ ഡൗട്ട്. ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ചും സഖാക്കളെ കുറിച്ചും BJP പ്രവർത്തകരോ അനുഭാവികളോ ആയിട്ടുള്ള വിശ്വാസി സമൂഹത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ആ 2 വോട്ടും വരാൻ പോകുന്ന UDFന് അനുകൂലമാണ്. അത് നമ്മൾ നോക്കിയാൽ കാണില്ല, ചോദിച്ചാൽ കേൾക്കില്ല, ടോർച്ചടിച്ച് നോക്കിയാൽ കാണാൻ കഴിയില്ല. അത് പോളിംഗ് ബൂത്തിലെ ഒരു പ്രതികരണമായിട്ട് 4-ാം തീയതി നമുക്ക് കാണാൻ സാധിക്കും. അല്ല, അത് ചർച്ച എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ്, വളരെ വിശാലമായ പാർട്ടിയാണ്. അതിലെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ശേഷിയും അതിനുള്ള സംവിധാനങ്ങളൊക്കെ അതിലുണ്ട്. അതിലിപ്പോ ഞാൻ അഭിപ്രായം പറയണ്ടല്ലോ. അത് ഗുണമാണോ ദോഷമാണോ എന്നൊക്കെ പറയേണ്ടത് അതുമായി ബന്ധപ്പെട്ടവരാ. ഞാൻ എങ്ങനെ അതിന് അഭിപ്രായം പറയാം? അല്ല, ഒരു കാര്യങ്ങൾ സമ്മതിച്ചല്ലോ. കേരളത്തിന് മുഖ്യമന്ത്രി ഉണ്ടാവും നിങ്ങൾ സമ്മതിച്ചല്ലോ. ആ മുഖ്യമന്ത്രി ആവാന് ഒരു 3, 4, 5 ആളുകള് കപ്പാസിറ്റിയില്ല കോൺഗ്രസിൽ ലീഡർഷിപ്പ് ഉണ്ട് എന്ന് നിങ്ങൾ അംഗീകരിച്ചല്ലോ. അതുകൊണ്ടാണല്ലോ ആര് മുഖ്യമന്ത്രിയാവുന്ന ചർച്ച. മറ്റൊടുത്തെന്താ അങ്ങനെ ഒരു ചർച്ചയുണ്ടോ? ജനങ്ങൾക്കൊരു അഭിപ്രായം പറയാൻ പറ്റുമോ? പാർട്ടിക്കാർക്ക് പറയാൻ പറ്റുമോ? പോളിറ്റ് ബ്യൂറോക്ക് പറയാൻ പറ്റുമോ? സെക്രട്ടേറിയറ്റിന് പറയാൻ പറ്റുമോ? ഞാൻ തന്നെ മുഖ്യമന്ത്രി ആയിരിക്കല്ലേ? 3500 കോടി രൂപയാണ് പോസ്റ്റർ വെച്ചത്. ഞാനല്ലാതെ മറ്റാരുണ്ട് കേരളത്തിലൊട്ടാകെ? അതല്ല അപ്പുറത്തെ സ്ഥിതി. ഹോർഡിങ്ങുകൾ കണ്ടാൽ എപ്പോഴും എടുത്തു മാറ്റിയിട്ടില്ലല്ലോ. 500 ചില്ലാനും കോടി രൂപ നമ്മൾ നികുതി കൊടുത്ത പണം ഞാനല്ലാതെ ഇവിടെ ആരാ ഉള്ളതെന്ന് ചോദിക്കാൻ. അങ്ങനെ ഒരു ധിക്കാരിയുടെ മുഖം ഈ കേരളം മുഴുവൻ ജനം കണ്ടതാ. ആ ധിക്കാരത്തിന് വോട്ട് വേറെ ഉണ്ടാവും ഇവിടെ. കോൺഗ്രസ് അതല്ല, അതിന് ശേഷിയുള്ളവരെ കുറിച്ച് അപ്പുറം ആളുകൾ സംസാരിക്കുന്നു. അതൊരു ജനാധിപത്യ പാർട്ടിയാണ്, അതിനൊരു ഫൈനൽ ഡിസിഷൻ ഉണ്ടാവും. എന്നാലും കോൺഗ്രസ് മുഖ്യമന്ത്രിയാകും എന്നുള്ളിടത്ത് നിങ്ങൾ എല്ലാവരും എത്തിയല്ലോ.